ഹരിനാമ കീർത്തനത്തിലേക്ക് സ്വാഗതം. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. പ്രപഞ്ചത്തിന്റെ പരമകാരണമായ ബ്രഹ്മമാണ് ഓങ്കാരമായ പൊരുൾ. ഇത് ഘനീഭവിച്ച നിശ്ചല ബോധാനുഭവമാണ്. ഉപനിഷത്തിന്റെ ഭാഷയിൽ സച്ചിദാനന്ദം. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ സാന്ദ്രാനന്ദാവബോധത്തെ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനാകില്ല. ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ഉപനിഷത്തുകൾ ഉപാസനയ്ക്ക് നൽകിയ പ്രതീകമാണ് ഓം എന്ന പ്രണവം. പരബ്രഹ്മം മൂന്നായി തിരിഞ്ഞാണ് പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചാനുഭവം മൂന്ന് തരത്തിലാണ്. ഒന്ന്, ജാഗ്രത് അവസ്ഥ. ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ഉണർന്നിരുന്ന് ബാഹ്യലോകത്തെ അറിയുന്നു, അനുഭവിക്കുന്നു എന്ന അവസ്ഥ. രണ്ടാമത്തേത് സ്വപ്നാവസ്ഥ. ഇവിടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഇല്ല. മനസ്സ് സ്വയം ദൃശ്യങ്ങളെ ഉണ്ടാക്കി അനുഭവിക്കുന്നു. അടുത്തത് സുഷുപ്തി അഥവാ ഗാഠനിദ്ര. അപ്പോൾ വ്യക്തി ഒന്നും അറിയുന്നില്ല. പരമാത്മാവിൽ ലയിച്ച അവസ്ഥയാണത്. ഈ മൂന്ന് അവസ്ഥകളിലും ഞാൻ ഞാൻ എന്ന് നിരന്തരം അഹന്താബോധം സ്ഫുരിക്കുന്നുണ്ട്. ആ, ഉ, മ എന്നീ മൂന്ന് ധ്വനികൾ ചേർന്നതാണ് ഓങ്കാരം. സത്വം, രജസ്, തമസ് എന്നീ മൂന്ന് പ്രകൃതി ഗുണങ്ങളായും ഇത് തിരിയുന്നു. ആ വിഷ്ണുവും, ഉ ബ്രഹ്മാവും, മ ശിവനുമാണ്. ഇതാണ് ഓങ്കാരമായ പൊരുളിന്റെ അഹങ്കാര രൂപത്തിലുള്ള മൂന്ന് തിരിവുകൾ. അതിന് താൻ തന്നെ സാക്ഷി എന്ന് പറയുന്നു. ഈ സാക്ഷിയാകുന്ന താൻ ബ്രഹ്മമാണ്. വിവിധ ജലാശയങ്ങളിൽ സൂര്യൻ പ്രതിഫലിക്കുന്നു. ജലത്തിന്റെ മാലിന്യമോ ഗുണമോ സൂര്യനെ ബാധിക്കുന്നില്ല. ഇവിടെ നമ്മിൽ പ്രതിബിംബിക്കുന്ന ബ്രഹ്മത്തിന് നമ്മുടെ ഗുണദോഷങ്ങൾ ബാധകമാകുന്നില്ല. സാക്ഷിരൂപത്തിൽ പരമാത്മാവ് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി ഭവിക്കുന്നു. ബ്രഹ്മനിഷ്ഠനായ ഗുരു സാക്ഷാൽ ഈശ്വരനാണ്. ശിഷ്യന്റെ കളങ്കങ്ങളെ മുഴുവൻ ഹരിക്കുന്ന ഈ ആചാര്യൻ ഹരിനാരായണനാണ്. ഗുരുവിന്റെ കാരുണ്യത്തോടെയല്ലാതെ സാക്ഷാത്കാരബോധം സാധ്യമാകില്ല. ഈ അദ്വൈതബോധം സാധ്യമാക്കി തരുന്ന ഗുരുരൂപനായി വിളങ്ങുന്ന അങ്ങേക്ക് നമസ്കാരം.